നമസ്കാരം, ഞാൻ ഡോക്ടർ സ്നേഹാനൽ. പെരിമെനപ്പോസൽ മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ്. എന്താണ് പെരിമെനപ്പോസ്? മെനപ്പോസ് ആകുന്നതിന് ഒരു 4-5 ഇയേഴ്സ് മുമ്പ് തൊട്ട് മെനപ്പോസ് ആയി ഒരു 2-3 ഇയേഴ്സ് കഴിയുന്ന വരെയുള്ള സമയമാണ് പെരിമെനപ്പോസ്. 1 ഇയർ കംപ്ലീറ്റ്ലി പീരീഡ്സ് ആവാതിരുന്നാലേ മെനപ്പോസ് ആയി നമുക്ക് പറയാൻ പറ്റുള്ളൂ. മെനപ്പോസ് ആയി കഴിഞ്ഞാലോ പിന്നെ ബ്ലീഡിംഗ് ഉണ്ടാവാൻ പാടില്ല, പിന്നെ ഉണ്ടാവരുത്. ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അത് പോസ്റ്റ് മെനപ്പോസ് ബ്ലീഡിംഗ് ആയി മാറും. എന്നാൽ ഈ മെനപ്പോസ് ആവുന്നതിന് മുമ്പുള്ള 4-5 ഇയേഴ്സ് പല തരത്തിലുള്ള മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ് ഉണ്ടാവും. അത് പലരിലും പല രീതിയിലായിരിക്കും പ്രതിഫലിക്കുന്നത്. നമുക്ക് കൂടുതലും ജനറ്റിക് ആയിട്ട് നമ്മുടെ അമ്മയ്ക്കും സിസ്റ്റേഴ്സിനും ഒക്കെ ഉള്ള രീതിയിലായിരിക്കും മിക്കവാറും ആൾക്കാർക്ക് ആ ഒരു പാറ്റേൺ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ ഈ ഒരു സമയത്ത് നമ്മൾ പല ഗ്രൂപ്പിലിരുന്ന് സംസാരിക്കുമ്പോഴും എനിക്കങ്ങനെ അല്ലല്ലോ, ഞാനൊന്നും അറിഞ്ഞില്ല നിന്നത്, എനിക്ക് പക്ഷെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ഞാൻ ഒരുപാട് പ്രാവശ്യം DNC ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ പല തരത്തിലുള്ള ഒരു സംസാരവും ഈ ഒരു സമയത്ത് ഈ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരുടെ ഇടയിൽ ഉണ്ടാവും ഈ നിൽക്കുന്നതിന് മുമ്പുള്ള മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസിനെ പറ്റി. ആക്ച്വലി ഓരോ ബോഡിയും ഡിഫറെന്റ് ആണ്, ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് മെൻസസ് നിൽക്കുന്നതിന് മുമ്പുള്ള മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ് വരുന്നത്. ചിലർക്കാണെങ്കിൽ ഒന്നും അറിയില്ല, ചിലപ്പോൾ സ്വിച്ച് ഇട്ട പോലെ അങ്ങ് നിൽക്കും. ചിലർക്കാണെങ്കിലോ ഗ്യാപ്പ് കൂടി വരും, ഒരു 2 മാസം ആവുന്നില്ല, പിന്നെ 3-4 മാസം ആവുന്നില്ല, അങ്ങനെ ഗ്യാപ്പ് കൂടി നിൽക്കും. ചിലർക്കാണെങ്കിൽ ഓൾറെഡി ഉള്ള സൈക്കിൾ ബ്ലീഡിങ് കുറയും, അതായത് നമ്മുടെ നോർമലി എല്ലാ മാസം വരും, പക്ഷെ ബ്ലീഡിങ് കുറഞ്ഞു പോയിട്ട് നിൽക്കും. ചിലർക്കാണെങ്കിൽ കംപ്ലീറ്റ്ലി പ്രശ്നങ്ങളായിരിക്കും, അതായത് മെൻസസ് മൊത്തത്തിൽ ഇറഗുലർ ആവും, അതായത് ഒന്ന് വന്നു കഴിഞ്ഞാൽ നിൽക്കാതെ ബ്ലീഡ് ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു മാസം, 1.5 മാസം, 2 മാസം ഇങ്ങനെ ബ്ലീഡിങ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും, ചെറിയ അളവിലാണെങ്കിലും ഉണ്ടായിക്കൊണ്ടിരിക്കും. ചിലർക്കാണെങ്കിലോ ഓൾറെഡി ഉള്ള ബ്ലീഡിങ് തന്നെ അങ്ങ് കൂടും, ഒരു 2-3 മണിക്കൂറിൽ പാഡ് ചേഞ്ച് ചെയ്യേണ്ടി വരുന്നു, രാത്രി ഉറക്കത്തിൽ എണീറ്റ് പാഡ് ചേഞ്ച് ചെയ്യേണ്ടി വരുന്നു, അങ്ങനെ പല രീതിയിൽ അവർക്ക് വരുന്നു. ചിലർക്കാണെങ്കിൽ മാസത്തിൽ 2-3 തവണയൊക്കെ മെൻസസ് വന്നുകൊണ്ടിരിക്കും. അങ്ങനെ പലർക്കും പല രീതിയിലായിരിക്കും ഈ മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ് വരുന്നത്. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത്? 40-ന് ശേഷമുള്ള ബ്ലീഡിങ് അത് കൂടുതലും ഈ ഹോർമോൺ ഇംബാലൻസ്, മെനപ്പോസ് ആവുന്നതിന് മുമ്പുള്ള ചേഞ്ചസുമായിട്ട് ബന്ധപ്പെട്ടാണ് വരുന്നത്. ബട്ട് സ്റ്റിൽ ഒരു സ്മോൾ പെർസെൻറ്റേജ് കാർസിനോമ, അതായത് ക്യാൻസറസ് ചേഞ്ചസിനും സാധ്യത ഉള്ള ഒരു സമയമാണ് ഈ 40-ന് ശേഷമുള്ള അബ്നോർമൽ ബ്ലീഡിങ്. അപ്പം നമുക്ക് എല്ലാവരെയും കണ്ണടിച്ച് കുഴപ്പമില്ല, നിൽക്കാറായി എന്ന് പറഞ്ഞു വിടാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മൾ സ്കാൻ ചെയ്ത് നോക്കേണ്ടി വരും. സ്കാനിങ്ങിൽ വേറെ ഫാക്ടേഴ്സ് കാരണവും ബ്ലീഡിങ് കൂടാട്ടോ. അപ്പം സ്കാനിങ് ചെയ്ത് ചില കേസുകളിൽ നമ്മൾ ഇതുപോലെ ഒരുപാട് ബ്ലീഡിങ് വരുമ്പോൾ ബയോപ്സി ഒക്കെ പറയും. കാരണം നമുക്ക് ഈ ബയോപ്സി റിപ്പോർട്ടൊക്കെ കണ്ടിട്ടേ മുന്നോട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് കൂടി കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. കാരണം ഹോർമോൺ ട്രീറ്റ്മെന്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തെങ്കിലും അതിന്റെ അടിയിലുണ്ടെങ്കിലും ഹോർമോണൽ ചേഞ്ചസ് എന്നായിരിക്കും ബയോപ്സി റിപ്പോർട്ട് വരുന്നത്. അപ്പം ഈ ഹോർമോൺ ട്രീറ്റ്മെന്റോ അല്ലെങ്കിൽ മെറീന ഇടുന്നതിനൊക്കെ മുൻപായിട്ട് നമുക്ക് ബയോപ്സി റിപ്പോർട്ട് വേണം. അപ്പം നിങ്ങൾ ബയോപ്സി എന്ന് കേട്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അതൊരു OP പ്രൊസീജിയറാണ്, ഒരു 5 മിനിറ്റിൽ ചെയ്ത് തീർക്കേണ്ട കാര്യമേ ഉള്ളൂ. വളരെ റെയറായിട്ട് കുറച്ച് പേർക്ക് മാത്രം മുമ്പിൽ 2-3 സിസേറിയനൊക്കെ ആണെങ്കിൽ നമ്മൾ കോപ്പിന്ന് എടുക്കാൻ ബുദ്ധിമുട്ട് വരും, അപ്പോൾ DNC ഒക്കെ വേണ്ടി വരും. അതുപോലെ തന്നെ സ്കാനിങ്ങിൽ ഒരുപാട് എൻഡോമെട്രിയത്തിന് കട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു തെറാപ്യൂട്ടിക് ആയിട്ട് DNC ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ബ്ലീഡിങ് ഒരുപാട് വരാതെ അങ്ങ് കുറയ്ക്കാനും നമുക്ക് തെറാപ്യൂട്ടിക് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഈ 40-ന് ശേഷമുള്ള ബ്ലീഡിങ്ങിനെ ഇച്ചിരി ഗൗരവത്തോടു കൂടി എടുക്കണം. മിക്കവാറും നിൽക്കാനായിരിക്കും, പക്ഷേ സ്റ്റിൽ അതിനകത്ത് ആ ഒരു ക്യാൻസറിന്റെ സാധ്യത ഉള്ളത് കൊണ്ട് നിങ്ങൾ ഡോക്ടറിനെ കണ്ട് ബയോപ്സി എടുക്കണമെന്ന് പറഞ്ഞാൽ അത് ചെയ്ത് തന്നെ മുമ്പോട്ട് പോകണം.